ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പതിവ് പോലെ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജിനിട്ടു. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് നമ്മളുടെ തക്കാളികളൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ തക്കാളികൾ പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മോട്ടോർ ഷെഡിലേക്കുള്ളൊരു വഴിയാണ്. അപ്പോൾ അവിടെ രണ്ട് സൈഡിലും സ്നേക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് പഴയ മാർബിളും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്തൊക്കെയോ അപ്പൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫ് വന്ന് നമ്മളുടെ ശംഖുപുഷ്പത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് ഈ ശംഖുപുഷ്പം ഇട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടാണ്. പിന്നെ ആൾക്ക് ഇച്ചിരി ചെടികളോടും കാര്യങ്ങളോടൊക്കെ ഇച്ചിരി ക്രേസ് ഉള്ള ആളാണ്. ഇപ്പോൾ ഈ കണ്ട ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ മണി പ്ലാന്റ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഈ ഇലയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ചാമ്പേരെ പൂവ് കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. വൈഫാണെങ്കിൽ എന്തോ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ താഴത്തുനിന്ന് കുറേ ചാമ്പ പൂവ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുകളിലേക്ക് പറിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പറിക്കുന്നുള്ളൂ. അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല, കാരണം നമുക്ക് എന്താണ് സംഭവം എന്നറിയില്ലല്ലോ. അങ്ങനെ ഒരു കൈ നിറയെ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആദ്യം തന്നെ കഴുകിയെടുത്തു. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചാമ്പയ്ക്ക പൂ റെഡി ആയിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോനൂസിൻ്റെ കേരാനാട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടും. പിന്നെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് ഇടിച്ച ഉപ്പാണ്. ഫസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് ഉപ്പിട്ടു. നമ്മുടെ മസാലകളൊന്നും വേണ്ട, ജസ്റ്റ് ഇച്ചിരി മുളക് പൊടി മാത്രം മതി. ഇത് നമ്മളുടെ ഓക്കെ. ഇനി ആദ്യമായി ഞാൻ ഇത് കൊടുക്കുന്നത് എൻ്റെ വൈഫിനാണ് കഴിച്ചു നോക്കാൻ. നയൻതാരയുടെ ഫിലിമിൽ പറയുന്ന പോലെ വിക്കി എനിക്ക് തന്നിട്ടേ കഴിക്കൂ എന്ന് പറയുന്ന പോലെ അല്ല, ഇത് കഴിച്ചതിന് ചത്തുപോയില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. എന്ത് ടേസ്റ്റ് പറഞ്ഞേ? നാരങ്ങയുടെ ടേസ്റ്റ്, ബബ്ലൂസ് നാരങ്ങ പോലത്തെ. കുഴപ്പമില്ല ഗൈസ്.